അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓഗസ്റ്റ് 13 സഫർ 29 കേട്ടോ. എന്നാലും പരിശുദ്ധമായ ഹറമിൻ്റെ ഉൾവശത്താണ്. ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പോകണം കേട്ടോ. ഇന്ന് കഅബയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണില്ല, ഒരു ചെറിയൊരു കോണ് മാത്രമേ കാണൂ. എന്നാലും ഇൻഷാ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേര് പ്രത്യേകമായിട്ട് ഹറമിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഞാനങ്ങനെ പുറത്തേക്ക് പോവാണ്, പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ 90-ാം നമ്പർ ഗേറ്റിൻ്റെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ കടന്നു പോവാണ്. ഇവിടെയൊക്കെ സംസമൊക്കെ കുടിക്കുന്നുണ്ട് നിങ്ങൾ. മാഷാ അല്ലാഹ്, നിങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ അല്ലാഹു എത്തിച്ചേരട്ടെ കേട്ടോ. ആമീൻ. സമയം ഏകദേശം ക്ലോക്കിൽ 6:20 കേട്ടോ. പള്ളിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കഅബ കാണാൻ പറ്റിയിട്ടില്ല. ഏതായാലും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം കേട്ടോ. ഇന്ന് സഫർ 29 നമ്മളോട് വിട പറഞ്ഞ് നാളെ മാസം കാണുകയാണെങ്കിൽ പരിശുദ്ധമായ റബീഇന്റെ വസന്തത്തിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. അതായത് അല്ലാഹു ഈ പ്രഭാതത്തിൻ്റെ മാത്രം കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ. അതുപോലെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാർക്ക്, മരണപ്പെട്ടു പോയ ഉപ്പമാർക്ക്, ഉമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ കബറിടം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ, സൗഹൃദങ്ങൾ, അവർക്കൊക്കെ പടച്ചവൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ. ആമീൻ. രോഗികളായിട്ടുള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു കാമിലാശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. പടച്ചവൻ അവരുടെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കൾക്കൊക്കെ നാഫിയ ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം ഉള്ളവർക്കൊക്കെ അവരുടെ കടം വീടാനുള്ള ഒരവസരം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വീടെടുത്തിട്ട് കല്യാണം കഴിയാത്തവരൊക്കെ ഉണ്ട്. പടച്ചവൻ അവരുടെയൊക്കെ നല്ല വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ഈ പ്രഭാതത്തിൻ്റെ മാത്രം കൊണ്ട് അല്ലാഹു എല്ലാവരുടെ പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധമായ മഹനീയമായ ഭവനത്തിൻ്റെ മുന്നിലുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം ഈ പരിശുദ്ധമായ ഹറമിൽ നേരുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.